അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അമ്പട കേമാ കുട്ടാ. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. സാറേ, ഇവൻ കൊള്ളനാ? അല്ല, കള്ളനാ. ഇവൻ കള്ളനാണെന്ന് എനിക്കറിയാം. സാർ ഏത് സ്റ്റേഷനിലെയാ? അങ്ങനെ അങ്ങ് പോവല്ലേ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. ഫ്ലാഷ് ബാക്ക്. ഈ ഡ്രേക്ക് റമോറെ അല്ലെങ്കിൽ അനന്തു സുൽജിത്ത് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് പൈസ പറ്റിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ പൈസ പറ്റിച്ചിട്ടുണ്ട്, സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുന്ന ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ ഇത് പിടിക്കപ്പെടണമെങ്കിൽ മാക്സിമം ആളുകൾ ഇവനെതിരായിട്ട് ലീഗലി കംപ്ലൈന്റ് ചെയ്യണം. ഞാൻ ചെയ്യാൻ പോവാണ്. ഓരോരോ തട്ടിപ്പുകളെ എനിക്കും ശരിയാവില്ല. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാകും. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ നീ കള്ളന് കഞ്ഞി വെച്ചവനാണ്. പുള്ളിയെ കുറിച്ച് പല സ്ഥലത്തും ഇങ്ങനെ പൈസയുടെ പല സംഭവങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്. ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. കൺഫ്യൂഷൻ അടിച്ചു. ഞങ്ങൾ കൊടുത്ത കാശ് തന്നെ തിരിച്ചു വയ്ക്കുമ്പോഴേക്കും ആളുടെ സ്വഭാവം മാറുന്നുണ്ട്. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അവന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇനി നമുക്ക് ആർക്കും ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നുമില്ല സാർ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഏവൻ കള്ളനാ, പേരും കള്ളൻ. മര്യാദയ്ക്ക് ആ കൊച്ചിനെ കാശ് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാശോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. അയ്യോ, അൽഷിമേസ്.